പാലക്കാട് മോയൻ സ്കൂളിൽ നീന പ്രസാദിന്റെ നൃത്തപരിപാടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച നടപടി വിവാദത്തിൽ. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു. ബാർ അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ തന്നെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന അത്തരം ഒരു പ്രസ്താവനയിൽ മാത്രമല്ല, ബാർ അസോസിയേഷനും ഇതുപോലെ തന്നെ ജനറോടി വിളിച്ച് പ്രതിഷേധങ്ങളെ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കണം. ഇതിനെല്ലാം അധികാരമാണ് കാട് കൊടുത്തത്. അങ്ങനെയുണ്ട്, ഇതിനെല്ലാം മുകളിലെ അധികാരികളുണ്ട്. ആ അധികാരികളെ അറിയിക്കണം. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഇതെല്ലാം അവസാനിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് പറ്റില്ല. ഈ പാലക്കാടിന്റെ സാംസ്കാരിക പൈതൃകം അത് ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുവാനും ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനും വേണ്ടുന്ന ഒരു കാലാവസ്ഥ ഈ പാലക്കാടുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ആര് തന്നെ തീരുമാനിച്ചാലും അത് ഞങ്ങളുടെ അവകാശമാണ്, മൗലിക അവകാശമാണ്. കഴിഞ്ഞ ദിവസമാണ് നീന പ്രസാദിന്റെ നൃത്തപരിപാടിക്കിടെ പോലീസ് ഇടപെടൽ ഉണ്ടായത്. ജില്ലാ ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി എന്നാണ് പോലീസ് വിശദീകരിച്ചത്. പ്രതികൾ വാദികൾ എല്ലാം ഒരേ കൂലം വിജയമവർക്കു ശ്രേയസ്കരം ഹരേ. പ്രതികൾ വാദികൾ എല്ലാം സഗട ഹാനി നിസ ഇതിന് പിന്നാലെ പാലക്കാട് മോയൻ സ്കൂളിൽ സാംസ്കാരിക പരിപാടിക്ക് മൈക്ക് ഉപയോഗിക്കുന്നതിന് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി. വിവരങ്ങളുമായി പ്രസാദ് ഉറുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ആദ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ ഉണ്ടായത്? ഇതിൽ നർത്തകർക്കും സംഘാടകർക്കും പറയാനുള്ളത് എന്താണ്? സനീഷ്, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അന്ന് വൈകിട്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങോട് അനുബന്ധിച്ചുകൊണ്ട് നീന പ്രസാദിന്റെ മോഹിനിയാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി അവിടെ ഉണ്ടായിരുന്ന ശബ്ദ സംവിധാനത്തിൽ നിലവിലുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രമേ പരിപാടി നടത്താനാകൂ എന്നത് പോലീസ് വന്ന് അറിയിക്കുകയും പിന്നീട് പരിപാടി തുടങ്ങിയതിന് ശേഷം പരിപാടി നിർത്തിവെക്കണമെന്നും പോലീസ് പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു ഇടപെടലിനെ തുടർന്ന് അവർ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം, അതായത് അവിടെ പങ്കെടുത്ത ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അത്രയിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്ന അത്ര പോലും ശബ്ദമില്ലാത്ത രീതിയിൽ അവർക്ക് ഈ പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, നർത്തകയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുകയും അവരൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ, ജില്ലാ ജഡ്ജി അവിടെ ഈ പരിപാടി നടക്കുന്ന മോയൻ LP സ്കൂളിന്റെ പുറകുവശത്താണ് ജില്ലാ ജഡ്ജി കലാം പാഷയുടെ വീട്. അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ പരിപാടി ഈ ശബ്ദം വളരെ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളത്, അനുവദനീയമായതിലും കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം, അതായത് അപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി കേൾക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വരില്ല എന്നുള്ളതാണ്. അതാണ് ഈ പ്രതിഷേധത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് മറ്റൊന്ന്, നാളെ മോയൻ LP സ്കൂളിലെ അവിടുത്തെ പ്രധാന അധ്യാപകനും മറ്റും യാത്രയയപ്പ് നൽകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലും ശബ്ദം വളരെ കുറച്ച് മാത്രം, അനുവദനീയമായ ശബ്ദത്തിനേക്കാൾ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം വെച്ചാൽ പരിപാടി നടത്തിയാൽ മതി എന്ന നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ അവിടുത്തെ സ്കൂൾ PTA പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയുടെ ഈ ഇടപെടലിൽ വലിയ പ്രതിഷേധം ഉയരുകയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതിഷേധ പരിപാടി പാലക്കാട് കോടതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുകയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ശബ്ദം കേൾക്കാൻ പാടില്ല എന്നതുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇടപെടുകയായിരുന്നോ? എന്ന് വെച്ചാൽ അനുവദനീയമായൊരു ശബ്ദം ഉണ്ട്, അതിലും താഴെ വേണം എന്ന് വ്യക്തിപരമായിട്ട് നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലല്ലോ. അദ്ദേഹം ജില്ലാ ജഡ്ജിയാണെങ്കിലും അത്തരം ഘട്ടങ്ങളിൽ ഒരു സാധാരണ വ്യക്തിയുടെ അവകാശങ്ങൾ മാത്രമല്ലേ അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇടപെടൽ ഉണ്ടായത്? അങ്ങനെ ജില്ലാ ജഡ്ജി പറഞ്ഞാൽ തന്നെയും അത് നടപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്വമൊന്നും പോലീസിന് ഉള്ളതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് വന്ന് പറയുകയായിരുന്നോ, ജഡ്ജിക്ക് വ്യക്തിപരമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നതിൽ പ്രയാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശബ്ദം കുറക്കണം, അനുവദനീയമായ ശബ്ദം പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നോ? അതാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത്?
സംഘാടകരോട് പോലീസ് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ജില്ലാ ജഡ്ജിക്ക് ഇത് അസഹനീയമായ രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന് സംഘാടകരോട് പോലീസ് തന്നെയാണ് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രമേ ഈ പരിപാടി നടത്താനാകൂ എന്നൊരു നിർദ്ദേശമാണ് പോലീസ് ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഈ മോഹിനിയാട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇക്കാര്യം ഇവരെ വന്ന് അറിയിച്ചിരുന്നു എന്നതാണ് സംഘാടകർ പറയുന്നത്. പക്ഷേ പിന്നീട് അപ്പോഴും ഈ മോഹിനിയാട്ടത്തിനെല്ലാം തന്നെ സാധാരണ രീതിയിൽ വലിയ ഉച്ചത്തിലൊന്നും ഈ പരിപാടി ശബ്ദം ഉണ്ടാകാറില്ല. ആ രീതിയിൽ വളരെ അനുവദനീയമായ ശബ്ദത്തിൽ മാത്രമാണ് പരിപാടി തുടങ്ങിയത്. ആ സമയത്താണ് ഇത്രയും ശബ്ദത്തിൽ പരിപാടി നടത്താനാവില്ല, ഇങ്ങനെയാണെങ്കിൽ പരിപാടി നിർത്തേണ്ടി വരും എന്ന രീതിയിൽ നിലപാടിലേക്ക് പോലീസ് പോകുകയും പിന്നീട് സംഘാടകർ ഇടപെട്ടുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ ഈ പരിപാടി നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഇത് ജില്ലാ ജഡ്ജിയുടെ മാത്രം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഈ അനിഷ്ടത്തിന്റെ പുറത്താണ് പോലീസ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ പരിപാടി നടത്താൻ 9:30 വരെ രാത്രി 9:30 വരെ ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നു. 8 മണിക്കാണ് പരിപാടി തുടങ്ങിയിട്ടുള്ളത്. 9:30-ക്കുള്ളിൽ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കുന്ന തരത്തിലാണ് അതിന്റെ സമയക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ തന്നെയാണ് എന്ന് പോലീസും വ്യക്തമായി ഇവരോട് പറയുന്നുണ്ട്. പിന്നീട് ഇത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് വരാനുള്ള ഒരു കാരണം, നാളെ അവിടെ മോയൻ LP സ്കൂളിൽ നാളെ PTA നേതൃത്വത്തിൽ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രധാന അധ്യാപകന് യാത്രയപ്പും അതോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടിയുമാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയും ഇത്തരത്തിൽ ഈ ശബ്ദം വളരെ കുറഞ്ഞ ശബ്ദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അതും ഇത്തരത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേരത്തെ ഉണ്ടായ ഇടപെടലിന്റെ ചുവട് പിടിച്ചാണ് പോലീസ് ഇപ്പോഴും ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് PTA ആരോപിച്ചിട്ടുള്ളത്. PTA ഇതിനകത്ത് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ നീന പ്രസാദിന്റെ പരിപാടി തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘമെല്ലാം പരസ്യമായി തന്നെ ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും വിവിധ ഇടങ്ങളിൽ അവർ പ്രസ്താവനകളുമായി രംഗത്ത് വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പാലക്കാട് നഗരത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രസാദ്, ഇത് ഈ പാലക്കാട് മോയിൻ സ്കൂൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്തരം സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഇടമാണല്ലോ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് മാത്രമല്ല ഈ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് ആ നിലക്ക് ആളുകൾ വളരെ വലിയ താല്പര്യത്തോടു കൂടി ഇത്തരം പരിപാടികളിൽ വന്ന് പങ്കെടുക്കുന്ന സാഹചര്യവും എല്ലായിടത്തും എന്ന പോലെ പാലക്കാട്ടുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എനിക്ക് ശബ്ദം സഹിക്കാൻ പറ്റില്ല എന്ന ധാർഷ്ട്യത്തോടെയുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം വരും. നിയമപരമായിട്ട് കൂടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള ശബ്ദം അവിടെ ആ ശബ്ദത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ഇദ്ദേഹം അനുവദിക്കുന്നില്ല എന്നത് നിയമപരമായിട്ട് കൂടെ നീങ്ങാവുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്? അത്തരം നടപടികളിലേക്ക് പോകുമോ ഈ സാംസ്കാരിക പ്രവർത്തകർ? നിലവിൽ സനീഷ്, ഈ പ്രതിഷേധ പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി പോലീസിൽ ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ കോടതിയെ തന്നെ സമീപിക്കുകയോ നിലവിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു തുടർച്ചയാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഇന്ന് അഭിഭാഷകരുടെ സംഘടനയാണ് പരസ്യമായി കലാം പാഷയ്ക്കെതിരെ പാലക്കാട് കോടതിയിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുകയാണ്, അത് അനുവദനീയമല്ല, ഇത് ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ നിയമപരമായി സമീപിക്കും അത്തരമൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കലാം പാഷയുടെ ഈ ഒരു ഇടപെടലിനെതിരെ വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു പരിപാടി മാത്രമല്ല, തുടർച്ചയായി ഇവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഈ പരിപാടി നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ നിരവധി സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ചെമ്പൈ സംഗീത കോളേജും. മോയൻ സ്കൂളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പരിപാടികൾ ചെമ്പൈ സംഗീത കോളേജിൽ അവിടെ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ നടക്കാറുണ്ട്. ഇത്തരത്തിൽ അങ്ങനെയെങ്കിൽ ഇങ്ങനെ അവിടെ, അതായത് ഒരു വലിയ ഒരു ഹാളിനുള്ളിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഏരിയയിൽ മാത്രമോ നിൽക്കുന്ന ശബ്ദത്തിൽ കേൾക്കാൻ പോലും പരിപാടി നടത്താൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സാംസ്കാരിക പരിപാടികൾ നടത്തുക എന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഗാനമേളകളിലെല്ലാം തന്നെ കാണുന്ന പോലെ അത്യുച്ചത്തിൽ വെക്കുന്ന ഒരു പരിപാടിയല്ല, ഇത്തരത്തിൽ വളരെ കുറഞ്ഞ മിതമായ ശബ്ദത്തിൽ തന്നെയാണ് അവിടെയുള്ള ഒരു ആസ്വാദകർ ഈ മോഹിനിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾ ഒരു ഗാനമേള കാണാൻ പോകുന്നത് വരെ അത്രയും വലിയൊരു ആൾക്കൂട്ടമൊന്നും തന്നെ ഉണ്ടാകാറില്ല. വളരെ കുറഞ്ഞ ആസ്വാദക ബന്ധം മാത്രമാണ് അതിനകത്തും ഉണ്ടാകാറുള്ളത്. അപ്പോൾ അവർക്ക് പോലും കേൾക്കാൻ തരുന്ന തരത്തിലേക്ക് ഈ ശബ്ദം വരുന്നില്ല എങ്കിൽ അതാണ് ഈ ഒരു പ്രതിഷേധത്തിന് പ്രധാനമായും കാരണമായിട്ടുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം പ്രസാദ്. താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇത്തരം അനുഭവം ഒരു കലാകാരിക്കും ഉണ്ടാകരുത് എന്ന് നീന പ്രസാദ് നേരത്തെ പറഞ്ഞു. താൻ അപമാനിക്കപ്പെട്ടതായും നീന ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് ഡോക്ടർ നീന പ്രസാദ് നൃത്ത പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലാണ് പോലീസ് ആ പരിപാടി തടസ്സപ്പെടുത്തിയിരുന്നത്. നീന പ്രസാദ് തന്നെ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിരുന്നത്. ഏതായാലും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ നീന പ്രസാദ് തന്നെ ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. മാഡം, അന്ന് എന്താണ് സംഭവിക്കുന്നത്? അന്ന്
പാലക്കാട് ഗ്രന്ഥശാല സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു സാംസ്കാരിക സമ്മേളനം നടന്നത്. ഇപ്പോൾ ശ്രീചിത്രൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മോഹിനിയാട്ട പരിപാടി എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 7:45 വരെ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് സഖ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് അതിൻ്റെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ശ്രീചിത്രൻ എഴുതിയതാണ്. അതിനൊരുപാട് സമകാലിക പ്രസക്തമായിട്ടുള്ള ഒരു ഇനമാണ് താനും. അത് ഒരു സൗഹൃദവും അതിലുള്ള വിശ്വാസവും ട്രസ്റ്റും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലിബറേഷൻ എന്നൊക്കെയുള്ള പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ അന്ന് പെർഫോം ചെയ്യാൻ 8 മണിക്ക് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8:30 ആയപ്പോൾ തന്നെ ഇങ്ങനെ നിരന്തരമായി പോലീസ് ഇത് നിർത്തിവെക്കണം, പുറകിൽ ജഡ്ജുണ്ട്, അദ്ദേഹത്തിന് ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഒരു അങ്കണമാണ്, സ്കൂളിൻ്റെ ഉള്ളിലാണത് നടക്കുന്നത്. പിന്നെ മോഹിനിയാട്ടമാണ് താനും. അതായത് വളരെ സോബറായിട്ടുള്ളൊരു ഫോമാണല്ലോ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് വളരെ ഭയങ്കരമായി. എന്നിട്ട് രണ്ടാമത്തെ ഇനമായപ്പോഴത്തേക്ക് പരിഭ്രാന്തരായിട്ട് ഇതിൻ്റെ സംഘാടകർ ഓടി വരുന്നുണ്ട്. ഇത് ഉടനെ തന്നെ നിർത്തണം, അടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കങ്ങ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഒന്നാമത് 2-2.5 വർഷത്തോളം നമ്മൾ വേദികൾ കണ്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ എല്ലാ കലാകാരന്മാരും വളരെ ആവേശത്തോടെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ തൊഴിൽ നടക്കുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അത് നിർത്തിയത് ഞാൻ പറഞ്ഞത് ഭയങ്കരമായി ഞാൻ പ്രതികരിച്ചതെല്ലാം വളരെ ഇമോഷണലായിട്ടാണ്. ഒരു ആർട്ടിസ്റ്റിക് ഇമോഷനാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ഞാൻ എൻ്റെ പക്കമേളക്കാരെ നോക്കിയില്ല, കാരണം നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. അവർ ഇത്ര റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇമോഷണൽ ആംഗിളാണ് എന്നെ വിട്ടു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വേദിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എല്ലാവരുടെയും തൊഴിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കലാകാരന്മാരുടെ തൊഴിലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ അന്ന് പോലീസ് വന്നിട്ട് ഈ ജഡ്ജിക്ക് ശബ്ദം പ്രശ്നമായതിനാൽ നിർത്തണം എന്നുള്ളതാണ് ആദ്യം മൂലം ആവശ്യപ്പെട്ടത്. അതെ, പോലീസ് ഡ്യൂട്ടി ആണല്ലോ അവർ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് അത് പറഞ്ഞത്. യെസ്, മാന്യമായി തന്നെയാണ് പോലീസ് പെരുമാറിയത്. അല്ല, ഞാൻ വേദിയിലാണല്ലോ. ഇതിനകത്ത് മാന്യതയുടെ പ്രശ്നമല്ലല്ലോ. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ, ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ യു ഷുഡ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി. അത് ദർ ഈസ് മോറൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതല്ലെങ്കിൽ യു വിൽ ഫോൾ ഇൻ ദ ഐസ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഈ പ്രതികരിക്കുമ്പോഴും ഞാനൊരു ഉത്തരവാദിത്വമുള്ള പൗരബോധമുള്ള ഒരു സ്ത്രീയായി മാത്രമേ ഞാനത് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ഉദ്ദേശം തികച്ചും എൻ്റെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന്, എൻ്റെ തൊഴിലിടത്തിന് ഒരു സ്ത്രീ എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ അപമാനിക്കപ്പെട്ടത് മാത്രമാണ് എൻ്റെ വിഷയം. കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടത് അത്തരത്തിലാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതിലപ്പുറം എനിക്ക് മറ്റൊന്നും പറയാനുമില്ല. ഇതിലപ്പുറം എനിക്ക് മറ്റൊരു ഇൻ്റർവ്യൂവിനും താല്പര്യമില്ല. എനിക്ക് എൻ്റെ പെർഫോമൻസും എൻ്റെ ക്രിയേറ്റിവിറ്റിയും ആണ് എൻ്റെ വിഷയം. അതിലാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ്. നമുക്കറിയാം, നമ്മുടെ നാടെന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നാടാണ്. ഈ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു വലിയ ഉത്തരവാദിത്വം നിറവേറാനുണ്ട്. ഇപ്പം നിങ്ങൾ TM കൃഷ്ണയുടെ വാക്കുകൾ കേൾക്കുന്നില്ലേ? അത് ഒരു കൂടുതൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഷോൾഡർ ചെയ്യുന്നതുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. കലാരംഗത്തുനിന്ന് ഒരുപാട് അവഹേളനം പുള്ളി ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ ഒരു മാനവികതയുടെ സന്ദേശമുണ്ട്. അത് ഒരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി അതൊരു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഒരു കലാകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടങ്ങുന്നതോ, ഞാൻ പറഞ്ഞത് വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരിക്കലും ഉയർന്ന തസ്തികയിലിരിക്കുന്നവർക്ക് അവർ കുറേ കൂടെ
എല്ലാവരുടെയും ആളുകളാവുകയാണ് വേണ്ടത് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും അല്ലെങ്കിൽ യു വിൽ ബ്രീച്ച് ട്രസ്റ്റ്. അത് ഒരു വലിയ യു വിൽ fall in the eyes of people. That is not good. മാഡം, ഇക്കാര്യം ഈ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നതോടു കൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. അതിനുശേഷമുള്ളൊരു പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു സമൂഹത്തിൻ്റെ ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയതാണ്. ബിയോണ്ട് ക്ലാസ്, ബിയോണ്ട് എല്ലാ പൊളിറ്റിക്സിനും അതീതമായിട്ട് എനിക്കൊരു വലിയ സപ്പോർട്ട്, സോളിഡാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഐ എം വെരി പ്രൗഡ്. ആ ഒരു ഭാരതത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് വേൾഡ് അവർ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും വിളിക്കുകയും, കാരണം ഒരു കലാകാരന് കുറച്ചുകൂടെ മനസ്സിലാവും കലാകാർക്ക്, കാരണം നമ്മൾ ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണത്. അത് ഫുൾ നമ്മൾ അത് തടസ്സപ്പെടുമ്പോഴുള്ളൊരു വ്യഥ ഭയങ്കരമാണ്. അല്ല, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യ ലംഘനം, അതിന് അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് മന്ത്രിയൊക്കെ സ്വാതന്ത്ര്യമാണോ? അത് അവതരണ സ്വാതന്ത്ര്യമല്ല, ആവിഷ്കാരമായ. ഇത് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ ഇക്കാര്യം? ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞില്ലേ, ഇതോടുകൂടി എൻ്റെ പ്രതികരണം അവസാനിച്ചു. ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രയാസം എൻ്റെ ആസ്വാദകരെയും എൻ്റെ സുഹൃത്തുക്കളിലോടും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ഗൗരവമായ ഒരു ചർച്ച വരേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എല്ലാവർക്കും. കേരളത്തെക്കുറിച്ചൊരു മോശമായ ഒരു ലുക്ക് വെളിയിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. ഞാൻ കലയുടെയും കല റെപ്രസെൻ്റ് ചെയ്യുന്ന മാനവികതയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് വ്യക്തമായും. അവിടെ എനിക്ക് എന്നെ മറ്റൊന്നും ബോധർ ചെയ്യിക്കുന്നില്ല. എനിക്ക് മനുഷ്യർ മാത്രമേ ഉള്ളൂ. എൻ്റെ ആസ്വാദകർ എന്ന് പറയുന്നതിന് ആസ്വാദകർ മാത്രമേ ഉള്ളൂ, മനുഷ്യർ മാത്രമേ. കല മനസ്സിനോടാണ് സംവദിക്കുന്നത്. ഞാൻ അതേ പഠിച്ചിട്ടുള്ളൂ. അതായത് ഇനി മറ്റൊരു കലാകാരനോ കലാകാരിക്കോ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണോ? കാരണം ഇവിടെ ഈ ഒരു വേദിയിൽ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. അത് കാരണം മുൻപ് കഥകളി സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുട്ടികളുടെ അവതരണം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റുകളാണ്. അത് എന്തുകൊണ്ട് വെളിയിലേക്ക് വന്നില്ല എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അത് എല്ലാവർക്കും അവരുടെ ഒരു മറ്റുള്ളവരെ എന്താ പറയുന്നത്, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതൊരു തൊഴിലിടമാണ്, ഒരു ഞങ്ങളെ സംബന്ധിച്ചുള്ള തൊഴിലിടമാണ്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. കൂടുതൽ പ്രതിഷേധം ഈ വിഷയത്തിലടക്കം, അതായത് ഇനി ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ പ്രതിഷേധം അടക്കം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്ന് കൂടിയാണ് ഡോക്ടർ നീന പ്രസാദ് പറയുന്നത്. ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പരിപാടിയെക്കുറിച്ച് പരിപാടിയിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ MJ ശ്രീജിത്തനും സ്കൂളിൻ്റെ പരിപാടി നടന്ന സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഉദയനും നേരത്തെ പറഞ്ഞത്. അതിലേക്ക് ഒരു തരത്തിലും ശബ്ദം കൂടുതലാവുക എന്നൊരു പ്രതിസന്ധി ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് മോഹിനിയാട്ടമാണ്. ആദ്യം ഒരു സാംസ്കാരിക സമ്മേളനമാണ് നടന്നത്. മോഹിനിയാട്ടം എന്ന് പറയുന്നത് സാധാരണ കുറെ കൂടി പതിഞ്ഞ താളത്തിലും ഒരു നല്ല സംഗീതത്തിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനാവശ്യമായ ഒരു മിനിമൽ ആയിട്ടുള്ള ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8 മണിയാവുന്നതോടുകൂടി പോലീസ് കടന്നു വരുന്നു. പോലീസ് ഇപ്പോൾ തന്നെ പരിപാടി നിർത്തണം എന്ന് ആദ്യമേ അങ്ങോട്ട് പറയുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. സംഘാടക സമിതി അതിന്റെ നിസ്സഹായത പറയുന്നു. അപ്പൊ നിങ്ങൾ നിർത്തിയേ പറ്റൂ എന്ന് വാശി പിടിക്കുമ്പോൾ നിർത്താൻ പറ്റില്ല, ശബ്ദം കുറച്ചു വെക്കാന്ന് പറഞ്ഞ് അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശബ്ദം വീണ്ടും കുറയ്ക്കുന്നു. അങ്ങനെ പരമാവധി സത്യത്തിലൊരു മോഹിനിയാട്ട കച്ചേരിക്ക് ആവശ്യമായ മിനിമം ശബ്ദത്തിനേക്കാളും കുറച്ചു വെച്ചു. അത് കഴിയുന്നു. തുടർന്ന് കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും പോലീസ് വരുന്നു. ഇപ്പൊ പരിപാടി നിർത്തിയേ പറ്റൂ എന്ന് പറയുന്നു. ജില്ലാ ജഡ്ജിക്ക് ശബ്ദം ശല്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയുടെ ശബ്ദശല്യത്തിന്റെ മുകളിൽ പരിപാടി നിർത്തുന്നതായി അറിയിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ ഇത്രയും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പാലിക്കേണ്ട ഒരു സാമൂഹിക ജാഗ്രതയുണ്ടല്ലോ, അതിൽ വരുന്ന വലിയൊരു പിഴവ് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ പ്രശ്നം. അങ്ങനെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഗവൺമെന്റ് നിയമപ്രകാരമുള്ള പോലീസിന്റെ നിയമപ്രകാരമുള്ള വാർഡ്സാണ് അവർ വെച്ചിട്ടുള്ളത്. അതടക്കം
സൗണ്ട് കുറയ്ക്കാൻ പറയുകയും അതുപോലെ തന്നെ 9 മണി 10 മണി വരെയാണ് ശരിക്കുള്ള നിയമം. 10 മണി വരെയാണ് ഈ മൈക്ക് പെർമിഷനുള്ള നിയമം. 10 മണിക്ക് മുമ്പ് തന്നെ 9 മണിക്ക് തന്നെ 9:05 തന്നെ വന്ന് ഇത് ഓഫാക്കണം എന്ന് പറഞ്ഞ പോലീസ് വന്ന് പറഞ്ഞത് ഇവിടെ പരിസരത്തുള്ള ന്യായാധിപന്റെ ഇടപെടൽ മൂലമാണ്. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇനി കേസില്ല. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിയന്ത്രണം ഒഴിവാക്കും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വർഷങ്ങളായുള്ള 2ലേറെ വർഷങ്ങളായുള്ള മാസ്ക് ധാരണത്തിനാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. മാസ്ക് ധരിക്കണം, പക്ഷേ അത് മാസ്ക് ഇല്ലെങ്കിൽ കേസുണ്ടാവുകയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമായിരുന്നു 2020 കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മാസ്ക്, ആൾക്കൂട്ടമുണ്ടാകൽ തുടങ്ങിയവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ നിയന്ത്രണങ്ങൾ പാലിച്ചില്ല എങ്കിൽ നടപടിയെടുക്കാനും കേസെടുക്കാനും പിഴ ഈടാക്കാനും വകുപ്പുണ്ടായിരുന്നു. ഇതിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം പിഴ ഈടാക്കാനും കേസെടുക്കാനുമുള്ള ഈ നിർദ്ദേശമാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. 2020 പുറത്തിറക്കിയ ഉത്തരവിന്റെ കാലാവധി ഈ മാസം 25 വരെയാണ്. അതിനുശേഷം ഇനി പുതുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യം സംസ്ഥാനങ്ങളെ അറിയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കത്തയച്ചു. ഇനി സംസ്ഥാനങ്ങളാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത്. സ്വാഭാവികമായി ഈ നിയമം, അതായത് പിഴ ചുമത്തേണ്ടതും കേസെടുക്കേണ്ടതും ഇല്ല എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾ അംഗീകരിക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ, അതായത് ഇപ്പോൾ കോവിഡ് ഉള്ള ഒരാൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയാണ് അവർ മാസ്ക് ധരിക്കണം എന്നുള്ളത്. അത്തരത്തിൽ മാസ്ക് ധരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചാൽ അവർ മാസ്ക് ധരിക്കണം. അതിൽ ഒരു ഇളവും ഉണ്ടാകില്ല. ക്വാറന്റൈൻ സംബന്ധിച്ച് ഇത്തരത്തിൽ രോഗം പകർന്നവർ 3 ദിവസം വീട്ടിൽ സമ്പർക്ക വിലക്കൽ കഴിയണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുകയാണെങ്കിൽ അതും പാലിക്കണം. നിലവിൽ ഇത് സംബന്ധിച്ച് പാലിച്ചില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമില്ലാത്ത ഒരാൾ മാസ്ക് ധരിച്ചില്ല എങ്കിൽ അവർക്ക് ഈടാക്കിയിരുന്ന കേസ്, പിഴ എന്നിവയാണ് ഒഴിവാകുന്നത്. മനീഷ്. ഉമേഷ്, ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് നിലവിൽ വന്ന് കഴിഞ്ഞോ, അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രത്യേകമായിട്ട് അതിന് ഉത്തരവ് ഇടേണ്ടതുണ്ടോ? ഒപ്പം ഈ മാസ്ക് നിർബന്ധമല്ല, കേസുണ്ടാവുകയില്ല എന്ന തീരുമാനം വന്നതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ? സംസ്ഥാന ആരോഗ്യവകുപ്പല്ല ഉത്തരവിറക്കേണ്ടത്, ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കേണ്ടത്. ഇത്തരത്തിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇനി ഇത് സംബന്ധിച്ച തീരുമാനം ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവായി ഇറക്കും. അതായത് നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് പ്രകാരം മാസ്ക് ധരിച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും, അതായത് തുറസായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചാൽ എത്ര പേർക്ക് പങ്കെടുക്കണം, ക്ലോസ്ഡ് അതായത് അടഞ്ഞ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചാൽ എത്ര പേർ പങ്കെടുക്കണം തുടങ്ങിയെല്ലാം കൃത്യമായ മാനദണ്ഡം ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. അത് മാറ്റിക്കൊണ്ട് പുതിയൊരു ഉത്തരവ് ഇനി ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കും. അതിൽ ആയിരിക്കും ഈ ശിക്ഷാ നടപടി എന്നുള്ളത് ഒഴിവാക്കുന്നത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ തന്നെ ഉത്തരവിൽ ഈ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ, രോഗം പകരാതിരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത്. ഫലത്തിൽ ഇത് മാസ്ക് ധരിച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുക, കേസെടുക്കുക, അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും നിർബന്ധിതമായി മാസ്ക് ധരിക്കേണ്ട സാഹചര്യം ഇനി ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നവർ ഒഴികെയുള്ളവർ. പരീക്ഷ. ശരി, നന്ദി ഉമേഷ്. വിവരങ്ങൾക്ക് ഏതായാലും മാസ്ക് ധരിക്കുക എന്നത് നിർബന്ധമല്ല, മാസ്ക് ധരിച്ചില്ലെങ്കിൽ കേസുണ്ടാവുകയില്ല. പക്ഷേ ഒരു പൗരബോധത്തിൻ്റെ ഭാഗമായിട്ട് കോവിഡ് സാഹചര്യങ്ങളുള്ള ആളുകൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്തരം ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ്. കൂടുതൽ വലിയ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ മാസ്ക് ധരിക്കുന്നത് തുടരുക തന്നെ വേണം എന്നായിരിക്കും ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് പറയുക. ദുരന്ത നിവാരണ വകുപ്പ് ഏതായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഒരു ഉത്തരവ് ഉണ്ടാകും. എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് കോവിഡ് ഇല്ലാത്ത ആളുകൾ, അത്തരം ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ മാസ്ക് ധരിക്കാതിരിക്കുന്നത് പിഴയോ കേസോ ഉണ്ടാകുന്ന പ്രശ്നമല്ല. കോവിഡ് പ്രതിരോധ വാക്സിൻ നോവോ വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി. 12 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നതിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ് അടിയന്തരാനുമതി നൽകിയത്. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ്റെ ഇന്ത്യയിലെ വിതരണക്കാർ. സിൽവർ ലൈൻ സമരങ്ങൾ തുടരുന്നു. സിൽവർ ലൈൻ ബഫർ സോണിൽ മന്ത്രി സജി ചെറിയാനെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സിൽവർ ലൈനിൽ ബഫർ സോൺ ഉണ്ടാകും, മന്ത്രി പറഞ്ഞതല്ല, കേരയിൽ MD പറഞ്ഞതാണ് ശരിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞത് പ്രകാരമുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൂ എന്നും കോടിയേരി വ്യക്തമാക്കി.
എല്ലാ റെയിൽ പദ്ധതിക്കും സംരക്ഷിത മേഖലയുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടുള്ള ഇതിലുമുണ്ട്. അത് റെയിൽ MD വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് റെയിൽ MD പറഞ്ഞതാണ് അതിന്റെ ശരിയായിട്ടുള്ള വശം. അത് എല്ലാ ആളുകളും ഈ പദ്ധതി സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഈ സമരം തന്നെ വരുന്നത്. ഈ കാലിൽ എടുത്തുകൊണ്ട് പോയാലും ഈ പദ്ധതി നടക്കും. ഈ കാലിൽ കുറെ കാലിൽ എടുത്തുകൂട്ടി കോൺഗ്രസ് ഓഫീസിൽ കൊണ്ട് വെച്ചുകൊണ്ടൊന്നും ഈ പദ്ധതി ഇല്ലാതാവില്ല. കല്ലിടാതെയും ഇത് നടത്താം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കായിരുന്നോ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം? അദ്ദേഹം മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സനീഷ്, തീർച്ചയായും ഇത് സംബന്ധിച്ച ചോദ്യത്തിന് തന്നെയായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. ഈ മന്ത്രി പറയുന്നതല്ല ശരി, റെയിൽ MD പറയുന്നതാണ് ശരിയെന്നായിരുന്നു ഇക്കാര്യത്തിൽ കോടിയേരിയുടെ വ്യക്തമാക്കിയത്. എന്തായാലും ബഫർ സോൺ ഉണ്ടാകും എന്ന് തന്നെയാണ് കോടിയേരി പറഞ്ഞത്. അതേസമയം നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കൂ എന്നും കോടിയേരി പറഞ്ഞു. ബലം പ്രയോഗിച്ച ആരുടെയും ഭൂമി ഏറ്റെടുക്കില്ല. മാത്രമല്ല, ഹൈസ്പീഡ് ട്രെയിനിന് വേണ്ടി UDF-ഉം കല്ല് നേരത്തെ ഇട്ടിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. അന്ന് LDF ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉയർത്തിയില്ല. ഇപ്പോൾ BJP-യും കോൺഗ്രസും ഭരിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ സമാന പദ്ധതികൾ ഉണ്ടെന്നും കോടിയേരി പറഞ്ഞു. എന്തായാലും UDF-നൊപ്പം സമരം ചെയ്യില്ലെന്ന് BJP പറഞ്ഞിട്ടും കോഴിക്കോട് അതുണ്ടായെന്നും കോടിയേരി പറഞ്ഞു. എന്തായാലും എത്ര എതിർപ്പുകൾ ഉയർന്നാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് കോടിയേരി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവരെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും കോടിയേരി പറഞ്ഞു. അതിനുവേണ്ടി MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തും. ഉടൻ തന്നെ ഇത്തരം നിലപാടിലേക്ക് പോകും. വയൽക്കിളി സമരം നേരത്തെ എന്തായി എന്നും കോടിയേരി പറയുകയുണ്ടായി. ഇതേ അവസ്ഥയായിരിക്കും ഇപ്പോൾ റെയിലിന് എതിരെ നടക്കുന്ന സമരങ്ങളെന്നും കോടിയേരി കാസർഗോഡ് പറഞ്ഞു. ശരി, നന്ദി ബൈജു ആ വിവരങ്ങൾക്ക്. ശബരിമല മോഡൽ വിശദീകരണത്തിന് CPM വീടുകൾ തോറും കയറി പദ്ധതി വിശദീകരിക്കുന്നതിനാണ് CPM-ന്റെ തീരുമാനം. വീട് നഷ്ടപ്പെടുന്നവരെ നേതാക്കൾ നേരിട്ടെത്തി കാണും. പദ്ധതിയെക്കുറിച്ചും നഷ്ടപരിഹാരത്തെക്കുറിച്ചും വിശദീകരിക്കും. സ്വാഭാവികമായും ഇതിങ്ങനെ ഒരു പ്രശ്നം വന്ന സാഹചര്യത്തിൽ അവരെ നേരിട്ട് കാണാൻ പാർട്ടി ശ്രമിക്കും, ജനപ്രതിനിധികളും ശ്രമിക്കും. അതാത് സ്ഥലത്തുള്ള പാർട്ടി നേതാക്കന്മാർ ആ വീടുകളിലേക്ക് പോകും. എന്നിട്ട് അവരെ കാര്യം കണ്ട് സംസാരിക്കും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? അവർ പറയട്ടെ, ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് എതിർക്കുന്നത്. ആ കാരണത്തിന് തൃപ്തികരമായ പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സിൽവർ ലൈൻ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായില്ല. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി വീട് കയറി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറയുന്നു. ബഫർ സോൺ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുന്നു. നഷ്ടപരിഹാരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ കല്ലിട്ടില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിസഭ അതുപോലെ തന്നെ രാഷ്ട്രീയ ഉന്നത വൃത്തങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളും മറ്റും? സിൽവർ ലൈൻ പ്രതിഷേധങ്ങൾ സർക്കാരിനെ ആശങ്കപ്പെടുന്നു. കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം വലിയ ആസൂത്രണത്തോടെയും ഏകോപനത്തോടെയുമുള്ള സമരം സർക്കാരിനെതിരെ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവാണ്, വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആ സമരങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പ്രതിഷേധങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ആലോചനകളാണ് CPM-ലും നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നേതാക്കൾ വീടുകളിലെത്തി, അതായത് ഈ ഭൂമിയും വീട് നഷ്ടപ്പെടുന്ന ആളുകളുടെ വീടുകളിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള തീരുമാനം. പാർട്ടി കോൺഗ്രസ് 6 മുതൽ 10 വരെ, അടുത്ത മാസം 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുകയാണ്. അതിനുശേഷമാകും CPM നേതാക്കൾ വീടുകളിലെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാനല്ല സർക്കാർ തീരുമാനം. ഇത്തരത്തിൽ പദ്ധതിയുടെ ഗുണവശങ്ങൾ ബോധ്യപ്പെടുത്തും. നഷ്ടപരിഹാര പാക്കേജിന്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയും. കല്ലിട്ടുകൊണ്ട് മാത്രം ഭൂമി ഏറ്റെടുക്കണമെന്നില്ല, പാരിസ്ഥിതികാഘാത പഠനവും സാമൂഹികാഘാത പഠനവും ഒക്കെ നടത്തും. അതിനുശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആ തീരുമാനം. മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നാൽ അത് അടിച്ചമർത്തേണ്ടെന്ന നിലപാടും സർക്കാരില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഗുണമുണ്ടാകും. നഷ്ടപരിഹാര പാക്കേജ് വിതരണം ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് ഒരു പരിധിവരെ അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയും സർക്കാരിനും CPM-നുമുണ്ട്. പ്രതിപക്ഷം രാഷ്ട്രീയമായി ഇക്കാര്യം പ്രതിപക്ഷം BJP ഉപയോഗിക്കുന്നു. സമരങ്ങളുടെ മുൻനിരയിൽ ഇപ്പോൾ BJP-യും കോൺഗ്രസുമാണ്. അതിന്റെ അപകടം തിരിച്ചറിഞ്ഞാണ് CPM-ന്റെ നീക്കം. നേരത്തെ ശബരിമല വിഷയത്തിലും ജനവികാരം വലിയ തോതിലെതിരായപ്പോൾ നേതാക്കൾ വീടുകളിലെത്തി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അത് ഗുണം ചെയ്യുന്ന വിലയിരുത്തൽ പിന്നീട് CPM നടത്തുകയും
ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും അത്തരത്തിൽ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പദ്ധതിയുമായി മുന്നോട്ട് പോകാനും CPM-ന്റെ തീരുമാനം. ഈ കല്ലിടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെ പല സ്ഥലങ്ങളിലുമുള്ളത്. സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്. കല്ലിടലിന് പകരം മാർഗങ്ങളും സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ട്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. സിൽവർ ലൈൻ പദ്ധതിയിലൂടെ 10% കമ്മീഷനാണ് CPM-ന്റെ ലക്ഷ്യമെന്ന് KPC അധ്യക്ഷൻ K. സുധാകരൻ ആരോപിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നടത്തിയ എല്ലാ പദ്ധതികളിലും കമ്മീഷനാണ് ലക്ഷ്യം. ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ ജനകീയ സർവേ നടത്തട്ടെയെന്നും സുധാകരൻ തൃശൂരിൽ പറഞ്ഞു. മണി മോട്ടീവ്സാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വികസനം എന്നതിൻ്റെ പേരിൽ കൊണ്ടുവന്ന എല്ലാ പ്രൊജക്റ്റിൻ്റെ അകത്തും കമ്മീഷനാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. ഇതിലും 10% കമ്മീഷനാണ്. 10% എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ കോടി അടിച്ചെടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിനപ്പുറത്ത് ഇതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യം. സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. സിൽവർ ലൈൻ കല്ലിടലിനെതിരെ എറണാകുളം ചോറ്റാനിക്കരയിൽ ചെറിയ സംഘർഷമുണ്ടായി. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു. കല്ലുകൾ പ്രതിഷേധക്കാർ പിഴുതുമാറ്റി. മലപ്പുറം തവനൂരിൽ സർവേ നടപടികൾ പുരോഗമിക്കുന്ന കാർഷിക എഞ്ചിനീയറിംഗ് ക്യാമ്പസിന് പുറത്താണ് പ്രതിഷേധക്കാർ സംഘടിച്ചിരിക്കുന്നത്. പോലീസുകാരെ നിങ്ങളെ സഹായിക്കാനുള്ളവരാ. അപ്പൊ തല്ലൊന്നുമില്ല, തല്ലാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. മരിക്കൊന്നുമില്ല, കുറെ കാലം ഭാഗത്ത് ഇരുന്നോളൂ. വെള്ളം വേണോ? ഇങ്ങനെ പോവാ? വണ്ടി ഉണ്ടോ? ഇങ്ങനെ പോവാ? തങ്കല്ലേ, വിഷമിക്കണ്ട കേട്ടോ. എന്റെ പണി തീർന്നിട്ടില്ല. എന്റെ പേരുടെ പണി തീർന്നില്ല. പൊന്നു മോനെന്റെ പറ്റ മകനോട് പറയണ മാതിരി മോനോട് ഞാൻ പറയുന്നത്. അതിന്റെ പണി ഒന്നും തീർന്നിട്ടില്ല. എപ്പോഴും ഒരു ഭാഗം ഇങ്ങനെ ചോർന്നിട്ടോ തിരിഞ്ഞു പൊളിഞ്ഞ് വീണ്. എന്റെ മക്കളൊക്കെ ഓരോ പണിക്കൊക്കെ പോകണവരല്ലേ. ഒരു മകളെ കൊട്ടായിട്ട് 3 പെൺകുട്ടികളാണ്. ഇവിടെ പാത്രം മൂറിയാണ് കുട്ടിയെ. ഇവിടെ പാത്രം മൂറിയ കുട്ടികൾ നല്ല കുട്ടികളാണ്. ഹോസ്റ്റലിലെ കുട്ടികളെ. അപ്പൊ ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഭിന്നശേഷിക്കാരും പാവപ്പെട്ട ഒരു വീട് പോലും ഇല്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരുമ്പോ ഈ ഭരണാധികാരികൾ എന്താ ബോധമില്ലെന്ന് പറയാം. ഒന്ന് നിങ്ങളിത് എല്ലാവരും അറിയിക്കുക. ഇതുപോലുള്ള പാവപ്പെട്ടവർ ഒരുപാട് പേര് വീട് പോലും ഇല്ലാത്തവരുണ്ട് ഇവിടെ. കേരളം മുഴുവനുള്ള ഒരുപാട് ഭിന്നശേഷിക്കാര് ഇപ്പോഴും ജീവിക്കാൻ ഒരു ഗതിയില്ലാതെ രാത്രി 10 മണി എന്താണ് കാണിക്കുന്നത്? ഭരണാധികാരികൾ എന്താ ബോധമില്ലാത്തവരാ? രാത്രി 10 മണിക്കാണ് ഈ പണിക്കാർ വരുമ്പോഴേക്ക് മോനെ മണ്ണ് ഞാൻ കോരിയിട്ട് തരിക്കുക. ഈ നമ്മളെ വീടിന് ഞാൻ തലയിൽ വെച്ചിട്ട് സിമന്റ് കൊണ്ടുപോയിട്ട് കഴിച്ച വേദനത്തിന്റെ കുട്ടിയെ എന്നിട്ടുണ്ടാക്കിയ ഒരു കൂരേന്ന്. ചോറ്റാനിക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സംഘടിച്ച് പ്രതിഷേധം നടത്തി. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരയിൽ കല്ല് പിഴുതു. ആറ്റിങ്ങൽ കിഴുവിലത്താണ് കല്ല് മാറ്റിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായ കോഴിക്കോട് ഇന്നും സർവേ നടപടികൾ മാറ്റിവെച്ചു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. CV അനുമോദും VV വിനോദും വിശദാംശങ്ങൾ നൽകും. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, കൊച്ചിയിൽ
മുഹമ്മദ് ഷിയാസിൻ്റെ DCC പ്രസിഡന്റിൻ്റെ തന്നെ നേതൃത്വത്തിലായിരുന്നു ചിലയിടങ്ങളിൽ പ്രതിഷേധം. അവിടെ എവിടങ്ങളിലൊക്കെയാണ് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായത്? വിശദാംശങ്ങൾ എന്താണ്? സനീഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ നടപടികൾ നിർത്തിവെച്ചിരുന്ന ചോറ്റാനിക്കര മേഖലയിൽ തന്നെയാണ് ഇന്ന് വീണ്ടും പ്രതിഷേധമുണ്ടായത്. ഇന്നലെ സർവേ നടപടികൾ നിർത്തിവെച്ചിരുന്നു. ഇന്നും വീണ്ടും ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനും സർവേക്കുമായി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നിർത്തിവെച്ചിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്തും എന്നൊരു സൂചന നൽകിക്കൊണ്ട് അവിടെ പോലീസിനെ അടക്കം വിന്യസിച്ചു. പക്ഷേ അതിനുശേഷം മറ്റു വഴിയിലൂടെ പോലീസ് വാഹനത്തിനകത്ത് ഈ കല്ലുകളുമായി ഇവിടേക്ക് കിടങ്ങയം എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഇവിടെ ഈ പരിസരവാസികൾ ചേർന്ന് തന്നെ അതിനെ പ്രതിരോധിക്കുകയും വിവരമറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം ഇവിടേക്ക് എത്തുകയും പിന്നീട് ഇവിടെ സ്ഥാപിച്ചിരുന്ന കല്ലുകൾ പിഴുതെടുത്തുകൊണ്ട് അവിടെ സമീപത്തുള്ള ഒരു കുളത്തിലേക്ക് അവിടെ കൊണ്ടുപോയി എറിയുകയുമായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ചോറ്റാനിക്കര മേഖലകളിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ പലയിടങ്ങളിൽ ഒരേ സമയം തന്നെ ഈ കല്ലുകൾ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുക എന്ന രീതിയിലാണ്. കാരണം സംഘടിതമായ ഒരു പ്രതിഷേധം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സർവേ നടപടികൾ പൂർത്തിയാക്കുക, ഒപ്പം തന്നെ ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഏത് വിധേനയും എപ്പോൾ എവിടെ കല്ലിട്ടാലും വിവരമറിയുന്ന നിമിഷം അവിടേക്ക് പ്രവർത്തകർ. ഒരൊറ്റ നിമിഷം ഡാനി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണിക്കുകയാണ്. No. I am saying that government, democratically elected government, definitely keep themselves informed of the people's sentiments. They are aware. So I am sure whenever they will feel there is need to do something, they will do. It's high time. I won't say that. That is for the government to decide. Not for me to interfere in administrative affairs. I'm not here to run the administration of the state. That is for the democratically elected government. I am only here to advise them, to counsel them, to encourage them for something good, and if there is something adverse comes to my notice, to inform them. What about the Kannur University Board of Studies? I have also read in the paper. ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുകയായിരുന്നു. CB ഡാനി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡാനി ഇപ്പോഴേക്ക് തിരിച്ചു വരാം. CB അനുമോദ് കൂടെ നമ്മോടൊപ്പം ഉണ്ട്. അനുമോദ്, മലപ്പുറത്ത് പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ എവിടെയാണ് അത്തരം കല്ലിടൽ ശ്രമങ്ങളും അതിനെതിരായിട്ടുള്ള ആളുകളുടെ വരവും ഉണ്ടായത്? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ടോ? സനീഷ്, തവനൂർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനുള്ളിലാണ് ഇന്ന് രാവിലെ കല്ലിടൽ തുടങ്ങിയത്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ഭാഗത്ത് 15 മീറ്റർ വീതിയിൽ 2 കല്ലുകളാണ് ഇവിടെ സ്ഥാപിക്കേണ്ടത്. പക്ഷേ രാവിലെ നടപടി തുടങ്ങിയപ്പോൾ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർവേ നിർത്തിവെക്കേണ്ടി വന്നു. അതായത് ഈ സർവേക്ക് വേണ്ടിയുള്ള ദിശ, അതായത് കല്ലിടാനുള്ള ദിശ കണ്ടെത്തുന്നതിൽ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സർവേ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം കല്ലിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ സർവേ തുടങ്ങാത്ത സാഹചര്യത്തിൽ ഇന്ന് ക്യാമ്പസിന് പുറത്തേക്ക് സ്ഥലമെടുപ്പ് ഈ സർവേ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. നടക്കില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ക്യാമ്പസിന് പുറത്ത് വലിയ തോതിൽ തന്നെ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും പൊതുജനങ്ങളും സമരസമിതിക്കാരും എല്ലാം തന്നെ ക്യാമ്പസിന് പുറത്ത് പ്രകടനം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് ക്യാമ്പസിന്റെ ഗേറ്റ് വരേക്കും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്ന് ഈ സർവേ ക്യാമ്പസിന് പുറത്തേക്ക് ഉണ്ടാകില്ല എന്നറിഞ്ഞ സാഹചര്യത്തിൽ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സർവേ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ശരി, നന്ദി അനുമോദ്. വിവരങ്ങൾക്ക് BB വിനോദ് കൂടെ ചേർന്നു. വിനോദ്, എവിടങ്ങളിലൊക്കെയാണ് സമരം ഉണ്ടായിരുന്നത്? വിശദാംശങ്ങൾ എന്താ?
സനീഷ്, ആറ്റിങ്ങൽ കിഴുവലം പഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇന്നിപ്പോൾ BJPയുടെ സമരമുണ്ടായത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP സംഘം കല്ലുകൾ ഇന്ന് പിഴുതുമാറ്റി. BJP കൂടി ഈ സമരത്തിൽ, പ്രത്യക്ഷ സമരത്തിൽ ശക്തമായി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നാളെ മുതൽ ഈ പിഴുന്ന കല്ലുകൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ സ്ഥാപിക്കാനാണ് BJPയുടെ തീരുമാനം. അത് ഇന്ന് BJP നേതാക്കൾ പറയുകയും ചെയ്തു. ഗുരുതരമായ ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജപ്പാനിലെ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധാരണയുണ്ടാക്കി അവിടെ നിന്നുള്ള കോഴപ്പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് വലിയ അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി BJP രംഗത്തുണ്ടാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻ പറഞ്ഞത്, ഇവിടെ നിന്ന് റെയിൽവേയുടെ അനുമതി ഇതുവരെയും ഈ പദ്ധതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും കേരളിന്റെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ തങ്ങി ഇതിന്റെ അനുമതിക്ക് വേണ്ടിയുള്ള നടപടികൾ തുടരുകയാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവിടെ സർവേ നടപടികൾ ആരംഭിക്കുകയും കല്ല് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ ജപ്പാനിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കമാണ്. ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.